ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വോൾവോ SIT ആണ്. അതൊരു 2009 മോഡലാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈപ്പർ നമ്മൾ തന്നെത്താനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ചാവി ഓണൊന്നും ആക്കണ്ട, തന്നെത്താനെ ഈ വൈപ്പർ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഒരു ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ നമ്മളിതിനെ ഡയഗ്നോസ് ചെയ്ത് വന്നപ്പോഴത്തേന് ഇതിൻ്റെ സെം മൊഡ്യൂൾ കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടു. സെം മൊഡ്യൂളിലേക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ സെം യൂണിറ്റ് വരുന്നത്. ഈ സെം യൂണിറ്റ് ആണ് നമുക്ക് ഇതിൻ്റെ പ്രശ്നമായിട്ട് മനസ്സിലാക്കിയത്. നമ്മളിതിനെ ഇളക്കി റിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോകാനുള്ളൊരു കാരണം എന്താണ്, ഇത് നമ്മുടെ ഈ ഇവിടെ വരുന്ന ഗ്ലോ ബോക്സിനകത്ത് വരുന്ന ലൈറ്റ് വരുന്ന 2 വയറുകളാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് സ്ലീവും പോയിട്ട് ഇത് തമ്മി ഷോർട്ടായി കിടക്കുന്ന കണ്ടീഷനായിരുന്നു ഇത് കിടന്നത്. ഇപ്പം നമ്മളിതിനകത്ത് സ്ലീവ് അടിച്ചിരിക്കുന്നതാണ്. ഈ ഒരു കണ്ടീഷനിലായിരുന്നു ഇത് കിടന്നിരുന്നത്. ഇതായിരിക്കണം മേ ബി ഇന്ന് സെം യൂണിറ്റ് വന്നിട്ട് പോകാനുള്ളൊരു കാരണമായിട്ട് നമുക്ക് തോന്നിയത്. നമ്മുടെ വർക്ക് സെമ്മിൻ്റെ പ്രോബ്ലം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതെന്നുള്ളത് നമുക്ക് എൻ്റെ പാർക്കിംഗ് മൊഡ്യൂളാണ്. പാർക്കിംഗ് മൊഡ്യൂളിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് പാർക്കിംഗ് മൊഡ്യൂൾ. അപ്പം ഇത് കംപ്ലീറ്റ് സീൽഡ് ആയിരുന്നു. നമുക്കിത് റിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിത് പാർട്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേറ്റിൽ പിടിപ്പിച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ആണ് ഇതിൻ്റെ ഫിറ്റിങ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിന് കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാർട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സോക്കറ്റ് വരുന്നത്. അപ്പോൾ എന്താ ഇതിനകത്ത് പ്രശ്നം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ട് നമുക്ക് അപ്ലൈ ആവത്തില്ല. അതെ, ഈ ലൈറ്റ് പാർക്കിങ്ങിൻ്റെ ലൈറ്റ് വന്നിട്ട് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് യാതൊരു റെസ്പോൺസും ഇല്ല. നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് വൈപ്പർ നമ്മൾ സൈഡ് മാറി ഇട്ടിരിക്കുന്നത് ജസ്റ്റ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ഇട്ടാൽ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. കറക്റ്റായിട്ട് നമ്മുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. നമ്മുടെ കമൻസിനകത്ത് ഒരുപാട് പേര് വരുന്നത് റിപ്പയർ ചെയ്യുന്ന കാണിക്കാനായിട്ട്. റിപ്പയർ ചെയ്യുന്നത് അങ്ങനെ കാണിക്കുന്ന ഒരു കാര്യം നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. കാരണം നമ്മൾ കസ്റ്റമർക്ക് ഒരു അവയർനെസ് എന്നുള്ള നിലയിലാണ് ഈ പ്രോബ്ലംസ് എന്താണെന്ന് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്നത് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.